എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൊടകര ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് പഴമ്പള്ളി 17-ാം നമ്പർ അംഗൻവാടിയിലെ ടീച്ചറാണ്. എൻ്റെ പേര് മീന. എൻ്റെ ഹെൽപ്പർ സഹപ്രവർത്തക ശാരദേച്ചി. ഞങ്ങൾ ഇന്നിവിടെ പ്രവേശനോത്സവം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അംഗൻവാടിയിൽ നമ്മുടെ കുട്ടികളെ കൂടുതലായിട്ട് അവർക്ക് എന്തൊക്കെയാണ് ശാരീരിക മാനസികമായ വളർച്ചയ്ക്ക് ഉതകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ അംഗൻവാടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പോഷക നിലവാരം ഉയർത്തുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അംഗൻവാടി ചെയ്യുന്നുണ്ട്. നമ്മൾ ഏരിയയിൽ എല്ലാവരും കൂടി സഹകരിച്ച് നല്ല രീതിയിൽ അംഗൻവാടി ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെക്കുറിച്ചും അവരുടെ ശാരീരിക മാനസികമായ വളർച്ചകളെക്കുറിച്ചും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം കൂടെ നടത്തുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളിൽ കൂടുതൽ ഇനിയും അവർക്ക് കൂടുതൽ എന്തെല്ലാം വളർച്ചകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങളിവിടെ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ പ്ലേയിങ് സാധനങ്ങളുണ്ട്. നമുക്ക് അവർക്ക് അതുപോലെ തന്നെ ശാരീരികമായ വളർച്ചയ്ക്ക് വേണ്ട അല്ലെങ്കിൽ അവരുടെ വളർച്ചയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടോ അങ്ങനെയുള്ള അറിയാൻ വേണ്ടി നമ്മൾ ഇടയിലിടെ ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളോട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സഹകരിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അവർക്ക് അവരുടെ ഓരോ മാസങ്ങളിൽ അല്ലെങ്കിൽ ഓരോ സമയങ്ങളിൽ അവർക്ക് ചെയ്യേണ്ട കുത്തിവയ്പ്പുകൾ കാര്യങ്ങൾ കറക്റ്റ് ടൈമുകളിൽ ഇപ്പോൾ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികളായ അമ്മമാർ, അവരെല്ലാവരും നമ്മൾ കെയർ ചെയ്ത് പോകുന്നു. വയോജനങ്ങളെയും കെയർ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ അംഗനവാടിയിൽ. നമ്മൾ ഇവിടെ കൂടുതൽ ഒരു 55 പേരോളം നമ്മളിവിടെ ഗുണഭോക്താക്കളായിട്ടുള്ള അംഗനവാടിയാണിത്. അപ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അംഗനവാടിയിൽ ഏരിയയുടെ സപ്പോർട്ട് നന്നായിട്ടുള്ളത് കൊണ്ടും അമ്മമാർ നല്ല സഹകരണം ഉള്ളത് കൊണ്ടും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതിനൊപ്പം അവർ നമ്മുടെ കൂടെ സഹകരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ നമ്മൾ പിള്ളേർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ കൗമാരി പിള്ളേർക്ക് നമ്മൾ എല്ലാം മസാലാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന നമ്മുടെ മെമ്പർ ദിവ്യ ചേച്ചീനെ നമ്മളെല്ലാവരും പേരിൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ പുതിയ കുട്ടികളെ സ്വീകരിക്കുന്നതിനായിട്ട് കടമ്പ ജാസ്തി സ്വീകരിക്കുന്നതിനായിട്ട് നമ്മുടെ ദിവ്യ ചേച്ചിനെ സാധനം ക്ഷണിക്കുന്നു. അതുപോലെ പൂക്കൾ കൊടുത്ത് അവരെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അംഗനവാടിക്ക് സ്വാഗതം. നമ്മുടെ അംഗൻവാടിയിലേക്ക് സ്വാഗതം. സ്വാഗതം അംഗനവാടിയിലേക്ക് സ്വാഗതം. അംഗനവാടിക്ക് സ്വാഗതം. സ്വാഗതമായാൻ ഒരാളില്ല അവര് വിഷമം വേണ്ട. എനിക്ക് കുറി കിട്ടു തോന്നുന്നുണ്ട് നേരത്തെ. എല്ലാവർക്കും ഒന്ന് കുറി ചാർത്തിക്കോ. എല്ലാവർക്കും കുറി ചാർത്തിക്കോ. രണ്ടും കൂപ്പി ഞങ്ങൾ ദൈവമേ കാണെങ്കിലും നല്ല വഴി കാട്ടിടണേ നടത്തിടണേ. നല്ല കാര്യം കേട്ടിടാനും നല്ല കാര്യം ചൊല്ലിടാനും നല്ല കാര്യം ചെയ്തിടാനും
വരം തരണേ. കൈകൾ രണ്ടും കൂപ്പി ഞങ്ങൾ ദൈവമേ വണങ്ങിടുന്നു. നല്ല വഴി കാട്ടിടേ നടത്തിടേ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ അധ്യയന വർഷത്തില് പുതിയ മക്കളെ കുഞ്ഞുമക്കളെ നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പോകുന്ന മക്കളുണ്ട് നമ്മുടെ കൂടെ. അപ്പൊ ഒരു വർഷം അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ പോകുന്നതിന് ഞങ്ങൾക്ക് നല്ലൊരു വിഷമമുണ്ട്. വിഷമില്ലാണ്ടൊന്നുമില്ല. കാരണം ഒരു കൊല്ലം ഞങ്ങളുടെ കൂടെ നിന്ന മക്കളാണ്. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഈ മക്കളുടെ കൂടിയാണ്. അപ്പൊ അവർക്ക് പഠിക്കാൻ പോകേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മള് അവർക്ക് യാത്രയ്ക്കും നമ്മുടെ വരുന്ന മക്കൾക്ക് പ്രവേശനോത്സവമായിട്ട് നമ്മൾ പരിപാടി നടത്തുകയാണ്. നമ്മളെല്ലാവരുടെയും അമ്മമാരുടെയും എല്ലാവരും സഹകരണത്തോടു കൂടി നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യം പറഞ്ഞാലും അമ്മമാര് അത് നല്ല ഒപ്പത്തിനൊപ്പം നമ്മളൊപ്പം നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ ദീപ ചേച്ചി എല്ലാ കാര്യങ്ങൾക്കും അത് ടീച്ചറെ അത് ഞാൻ പറയാൻ സാധിക്കുന്നതാണ്. അല്ലാതെ നിങ്ങൾ തീരുമാനിച്ചോ കമ്മിറ്റി തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജീവിച്ച എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെൽഫെയർ കമ്മിറ്റി ആദ്യം സഹകരണം അങ്ങനെ റോസിച്ചി ബേബിച്ചി എല്ലാവരും കൂടി നല്ല സഹകരണത്തോടെ നല്ല ഒത്തിരി കൂടിയാണ് അംഗനവാടി മുന്നോട്ട് പോകുന്നത്. ഇനിയും അംഗനവാടി കൂടുതൽ ഒന്നും കൂടി ഏരിയയിലൊക്കെ ഒന്നും കൂടി നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ള ഞങ്ങൾ നല്ലൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പ്രാവർത്തികമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഇന്നത്തെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ വാർഡ് മെമ്പർ ദീപ ചേച്ചിയെ നമ്മളെല്ലാവരും പേരിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് എന്താ പറയാ ടീച്ചറെ നമുക്കന്ന് പോണ്ടേ, നമുക്കിന്റെ കാര്യം ചെയ്യണ്ടേ, ആ മരുന്ന് വെട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ അംഗനവാടിയെ നല്ല രീതിയിൽ ഇപ്പൊ ഇന്നലെ ഞങ്ങൾ പറഞ്ഞാൽ ഇന്നലെ രാവിലെ ഞങ്ങൾ വരുമ്പോൾ കേട്ടിട്ടുണ്ട് നമ്മുടെ നെല്ലിമരം പാതി ശരിയാക്കാനും പൈപ്പ് ശരിയാക്കാനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഫുഡ് വരെ അറേഞ്ച് ചെയ്ത് നമ്മുടെ രാജചേട്ടൻ നമ്മുടെ കമ്മിറ്റിയിലെ രാജചേട്ടനാണ്. അപ്പൊ നമ്മുടെ ഈ രാജചേട്ടൻ നമ്മളെല്ലാവരും വലിയ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചേച്ചി നമ്മുടെ റോസ് ചേച്ചി എല്ലാവരും കമ്മിറ്റി അംഗങ്ങളാണ്. അവരെല്ലാവരും നമ്മളെന്ത് കാര്യം പറഞ്ഞാലും ഒപ്പം നിൽക്കുന്നവരാണ്. അപ്പൊ എല്ലാവർക്കും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തോളൂ. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കള് പിന്നെ നമ്മുടെ അമ്മമാര് എല്ലാവരെയും യോഗത്തിലേക്ക് സാധനം ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നമ്മുടെ അധ്യക്ഷനായ വാർഡ് മെമ്പറെ ഞാൻ എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട നമ്മുടെ പുതിയ കുട്ടികളെ, ഇന്ന് യാത്രയാവുന്ന കുട്ടികളെ, അച്ഛനമ്മമാരെ, രക്ഷാകർത്താക്കളെ, നമ്മളിപ്പോൾ ഇവിടെ പുതിയതായിട്ടൊരു പ്രവേശനോത്സവം നടത്തുകയാണ്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ മാതിരി തന്നെ ഈ അംഗനവാടിക്ക് ഇവിടെ സ്ഥലം കിട്ടാൻ തന്നെ കാരണം നമ്മൾ കുറേ നടന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ബന്ധപ്പെട്ട് വന്നിച്ചേർന്ന കാരണം സ്ഥലം കിട്ടാത്ത സ്ഥലം വേണം നിങ്ങൾ കാല് പിടിച്ച് പറഞ്ഞ മാതിരി പറഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം കിട്ടിയത് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് നമ്മളിത് പണിതു. ആ പണിത് എല്ലാ വർഷവും കുട്ടികളെ നല്ല രീതിയിലാണ് നടത്തുന്നത്. എല്ലാവരും ഈ രാജ്യം തന്നെ കമ്മിറ്റിക്കാരും മാറിപ്പോയ ടീച്ചർമാരും അവർക്ക് നല്ല രീതിയിലാണ് ഈ അംഗനവാടിയിലെ കുട്ടികളെയും നമ്മളൊക്കെ ഇപ്പോഴും ഇനിയും ഇതിൽ നല്ല പുരോഗതി വരണം. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ പുതിയ കുട്ടികൾ വരുന്ന കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല വ്യക്തികളാവണം, നല്ല ഉദ്യോഗസ്ഥന്മാരാവണം. നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ദിവസ ക്ഷണിച്ചു. അയ്യോ ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മളുടെ ഈ 17ാം നമ്പർ അംഗനവാടിയിലേക്ക് വന്നപ്പോൾ. കാരണം എന്താണെന്ന് ഞാൻ എല്ലാ തവണയും പറയുന്നതിൽ ഫുള്ള് സന്തോഷം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? മുൻപത്തെ അമ്മമാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ആ സന്തോഷത്തിന്റെ കാരണം. അതിനു മുമ്പ്
നമ്മളുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ വിജയൻ ചേട്ടൻ, അതുപോലെ നമുക്ക് സ്വാഗതം പറഞ്ഞ നമ്മളുടെ പ്രിയപ്പെട്ട ടീച്ചർ, അതുപോലെ ഇവിടെ ചേർന്നിട്ടുള്ള ALMC അംഗങ്ങള്, പിന്നെ നമ്മളുടെ പ്രിയപ്പെട്ട പാരൻസ്, അതിനുപരിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കള്, പിന്നെ നമുക്ക് ഇന്ന് പുതിയ അതിഥികൾ 2 പേരുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ 17ാം നമ്പർ അംഗനവാടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഇനിയിപ്പോ സന്തോഷത്തിന്റെ കാര്യം ഞാൻ പറയാം. നമ്മളുടെ അംഗനവാടിയില് കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും പാരന്റ്സിന്റെ പങ്കാളിത്തം കുറയാറാണ് പതിവ്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, എല്ലാ കുട്ടികളുടെ കൂടെയും അവരുടെ പാരന്റ്സ് ഉണ്ട്. ഇനിയിപ്പോ അതില്ലെങ്കിൽ അമ്മൂമ്മമാര് ഒക്കെ എല്ലാവരും ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരുന്നത്, നമുക്ക് സ്ഥലപരിമിതി നല്ല രീതിയിലുണ്ട് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാ തവണത്തെക്കാളും ഉപരി ഇന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രവേശനോത്സവവും അതുപോലെ ഒരു യാത്രയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. എത്ര കുട്ടികളെ പോകുന്ന 4 ഇവിടെ എന്താ പറയുക പഠിച്ച കഴിഞ്ഞ വർഷം പഠിച്ച 4 കുട്ടികൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ ഇങ്ങോട്ട് എത്ര കുട്ടികളാണ് ടീച്ചറെ വരുന്നത്? 11 കുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ നല്ല പ്രവർത്തനവും നല്ല രീതിയിലും നമ്മുടെ മക്കളെ നമ്മുടെ ടീച്ചേഴ്സ്, ഹെൽപ്പർ, വർക്കർ നല്ല രീതിയിൽ നോക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. നമ്മളുടെ കയ്യിൽ ഒരു 2.5-3 വയസ്സ് വരെ നിൽക്കുന്ന കുട്ടികൾ അത് കഴിഞ്ഞ് അംഗനവാടിയിലേക്കാണ് നമ്മളവരെ വിടുന്നത്. പല വീടുകളിലും ഇതിന് ചെറിയ കുഞ്ഞുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഇവരായിരിക്കാം, ഒരു കുട്ടിയായിരിക്കാം. എന്നിരുന്നാലും നമുക്ക് ഈ 1 അല്ലെങ്കിൽ 2 ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു ഒരുപാട് നമുക്കൊരു വിഷമം ഉണ്ടാവും അല്ലെ? എല്ലാവർക്കും ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയാവോ കരയോ എന്നൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. കാരണം നമ്മുടെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ അവരെ നോക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ അമ്മയുടെ പുറകിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങള് ഇവിടേക്ക് എത്തുമ്പോ ചെറിയ വാശിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ എന്താ പറയാ കളിക്കോപ്പുകളും ടീച്ചർമാരുടെ പാട്ടും ഡാൻസും ഞങ്ങൾ വരുമ്പോ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു പാട്ടും ഡാൻസൊക്കെയാണ്. നല്ല അവര് അതിന് കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരത് എൻജോയ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം തന്നെയാണ് അപ്പൊ അവർ നടന്നത്. അപ്പൊ കുട്ടികളെ ഇതുപോലെ ഒന്നിച്ച് നിർത്താൻ നമ്മളുടെ ടീച്ചേഴ്സിന് കഴിയും. ഇപ്പൊ ശാരദേശിക്കായാലും മീന ടീച്ചർക്കായാലും കഴിയുന്നുണ്ട്. നമ്മളുടെ കുട്ടികളെ ഒരുമിച്ച് കൊണ്ട് നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളെ എങ്ങനെയാണോ നമ്മൾ നോക്കുന്നത് അതേപോലെ നമ്മുടെ ടീച്ചർമാർ ഇവിടെ നോക്കുന്നുണ്ട്. പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ അംഗനവാടിയിലേക്ക് വിടാം. ഒരു എന്താ പറയാ മനസ്സില് യാതൊരു തെറ്റായ ചിന്തകളും വേണ്ട. അവരിവിടെ വന്ന് അവർക്ക് എന്തെങ്കിലും വരുമെന്നോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്നില്ലാന്നോ അങ്ങനത്തെ ഒന്നും ചിന്ത വേണ്ട. ഭംഗിയായിട്ട് ടീച്ചേഴ്സ് ഇവിടെ ശ്രദ്ധിക്കും കുട്ടികളെ. അംഗനവാടിയിലെ പ്രവർത്തനങ്ങള് ഇത്ര ഗ്രാൻഡായിട്ടൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് പിന്നെ ടൈമെന്ന് ഞാൻ പറയില്ല, ഓണാഘോഷം അതുപോലെ ക്രിസ്മസ് അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മളിവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. കുട്ടികൾ ഒരുപോലെ വസ്ത്രങ്ങൾ ഇടിക്കാനും ഇനിയിപ്പോ എന്താ പറയാ ക്രിസ്മസ് പാപ്പയാക്കാനും ഇപ്പൊ നവംബർ 14 ആ പരിപാടി ശിശുദിനത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാത്തിനും കുട്ടികള് തയ്യാറാവുന്നതിനുപരി അവരെ തയ്യാറാക്കാൻ പാരന്റ്സ് തയ്യാറാവുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. പാരന്റ്സ് കുട്ടികളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്, ഈ ടീച്ചേഴ്സിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവരൊപ്പം ഇല്ലാതെ കുട്ടികൾ വെറുതെ എന്നും വരുന്ന പോലെ വന്നു പോകും. എല്ലാത്തിലും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു ഭംഗി അല്ലേ? നമ്മൾ പറയില്ലേ ഒരുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുമ്പോ അവരെ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ശിശുദിനത്തിന് നമ്മൾ വരുമ്പോ എല്ലാവരും വെള്ളയായിരിക്കും. ക്രിസ്മസിന് വരുമ്പോ എല്ലാവരും വെള്ളയും ചുവപ്പ് അങ്ങനെയുള്ള വസ്ത്രങ്ങളിലായിരിക്കും. ഓണത്തിന് വരുമ്പോ അതിൻ്റെതായ വസ്ത്രങ്ങളിലായിരിക്കും. അപ്പൊ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും അതേപോലെ ഒരുപോലെ നിർത്താനും നമുക്ക് കഴിയുന്നുണ്ട്. കൂടെ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷം ആ കാര്യത്തില്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതാണെങ്കിൽ നമ്മുടെ ഭരണസമിതിയിലെ കാലാവധി കഴിയാണ്. അപ്പൊ അടുത്ത ഈ ഒരു ഇലക്ഷൻ വരാൻ പോകണം. അതിനു മുമ്പായിട്ട് എന്റെ ഈ കാലഘട്ടത്തിലെ അവസാനത്തെ പ്രവേശനോത്സവമാണ്. അത് ഇത്രയും ഭംഗിയാക്കി തന്ന നമ്മുടെ ടീച്ചർക്ക് ശാരദയ്ക്ക് അതുപോലെ ഏജൻസിനും പാരന്റ്സിനും പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ്. നല്ല വഴിക്ക് നടത്താനായിട്ട് നമുക്ക് കഴിയട്ടെ. അതിന് ടീച്ചർ ഇവര് 2 പേരും അതിനൊരു മാതൃകയാവട്ടെ. നമ്മളുടെ പാരന്റ്സിനൊപ്പം നിന്നവരും അത് ചെയ്യട്ടെ. കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് അവര് വരാണ്ടിരിക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല, അവര് നല്ല രീതിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞാലും നമ്മളുടെ ടീച്ചർമാരെ മറക്കാതെ കേട്ടില്ല. നമ്മുടെ ടീച്ചർ മറക്കുവോ? ഇല്ല. അപ്പൊ മറക്കരുത്. നമുക്ക് എന്താ പറയാ നമ്മളെ ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു ചൂട് വെപ്പിക്കുന്നത് നമ്മുടെ അംഗനവാടി തലത്തിൽ നിന്നാണ്. അപ്പൊ
അവിടെ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഗുരുക്കന്മാരുടെ പണ്ടുള്ളവരല്ലേ ഗുരുത്വം വേണമെന്ന് പറയില്ലേ, ഇവിടെ ആദ്യത്തെ ഗുരുവാണ്. അപ്പൊ അവരുടെ അനുഗ്രഹത്തോടു കൂടി പോവാ, പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളാവാം കേട്ടാ. ഇനിയിപ്പോ LKG-ക്കല്ലേ പോണേ? ഒരു വർഷക്കാലം ഞങ്ങളുടെ മക്കൾ ഇവിടെയാണ് പഠിച്ചത്. അവര് മുസാദായി അവര് അടുത്ത തലത്തിലേക്ക് അവർ കിടക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ വഴിയായിട്ട് അംഗനവാടി ടീച്ചർമാർക്ക് അംഗനവാടിക്ക്